ഏകദേശം 2:30 മണിക്ക് ശേഷമാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് ഇതിൻ്റെ നേരെ സൈഡിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം, പ്രനൂപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമാണ് ഈ സൗണ്ട് കേട്ട് പെട്ടെന്ന് ഓടി വരുന്നത്. അതായത് ഒരു 2:45 പുള്ളിക്കാരൻ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെയിനിൻ്റെ ഓപ്പറേറ്റേഴ്സൊക്കെ വർക്കേഴ്സെല്ലാം ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ പുറത്ത് സ്ലാബ് വീണ് കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഓടിപ്പോയി നോക്കിയപ്പോൾ പുള്ളിക്കാരന് ജീവനുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് പ്രസ്സായിട്ട് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിനും വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരാണെന്ന് തോന്നുന്നു പോലീസിനും ഫയർഫോഴ്സിനൊക്കെ ഇൻഫോം ചെയ്തു. അവരപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തി. പക്ഷേ അവർക്കും യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയിലുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഇത്രയും ടണ്ണേജുള്ള ഗർഡറാണ്, അത് നമുക്ക് ക്രെയിൻ വഴി മാത്രമേ ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആ സമയത്ത് പോയത് കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് കഴിഞ്ഞ അവശിഷ്ടങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെയിട്ട് നിറച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണം ഈ ക്രെയിൻ അങ്ങോട്ട് എത്തിക്കാനായിട്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂന്ന് JCB കൊണ്ടുവന്ന് ആ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഗങ്ങളിലേക്ക് മാറ്റിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം നമുക്ക് കുറച്ചെങ്കിലും തുടങ്ങാൻ പറ്റിയത്. അതിനുശേഷമാണ് ക്രെയിൻ ആ സ്ഥലത്ത് കൊണ്ട് ക്രെയിൻ പിടിച്ചിട്ട് അതെല്ലാം ബെൽറ്റെല്ലാം റോപ്പ് ടൈറ്റ് ചെയ്ത് ഈ സ്ലാബ് ഉയർത്തി വെച്ചുകൊണ്ട് വേറൊരു ക്രെയിൻ കൊണ്ടുവന്ന് വണ്ടി വലിച്ചു മാറ്റുമായിരുന്നു. ഈ സ്ലാബ് പൊക്കി നിർത്തിയ ശേഷം അതിൻ്റെ ഇടയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ട് വണ്ടി വലിച്ചു മാറ്റുമായിരുന്നു. അപ്പോൾ അതിനൊരു വണ്ടി എടുത്തു മാറ്റിയ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇറക്കാൻ പറ്റി. പക്ഷേ ജീവനറ്റ നിലയിൽ ജീവനില്ലാത്തൊരു കണ്ടീഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ അതിനകത്ത് നമുക്ക് ഇറക്കാൻ പറ്റിയത്. അതായത് ആക്സിഡൻറ്റ് നടന്ന് 2:45 ശേഷം 6 മണി, അത്രയും നേരം ഏകദേശം 3 മണിക്കൂറോളം അദ്ദേഹം ആ വണ്ടിയിൽ തന്നെ ഇരുന്നു. ആ സമയത്തൊന്നും നമുക്കൊന്നും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അപകടം ഉണ്ടാകുമ്പോൾ ആദ്യ സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. 15 മിനിറ്റോളം എൻ്റെ സുഹൃത്തായ പ്രനൂപ് അദ്ദേഹത്തെ കണ്ടതാണ്. കൈയൊക്കെ ഇങ്ങനെ അനക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രനൂപിനും ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാനായിട്ട് പറ്റാത്തതാണ് അദ്ദേഹം പിൻവാങ്ങി. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആദ്യം ഒരു 5-6 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്, നാട്ടുകാരായിട്ടുള്ള 5-6 പേര്. അതിനുശേഷമാണ് ഞാനടക്കമുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ക്രെയിൻ ഉപയോഗിച്ച്, കാരണം ഇത്രയും ടണ്ണേജുള്ള ഗർഡറാണ്, അത് നമുക്കൊന്നും ചെയ്യാനില്ല. അത് ക്രെയിൻ ഉപയോഗിച്ചിട്ട് പൊക്കി നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് 6 മണി 6:15 കൂടിയാണ് ഇദ്ദേഹത്തെ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുക. വണ്ടിയെല്ലാം കട്ട് ചെയ്ത് ആണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ ഇറങ്ങി ഓടുന്ന എല്ലാവരും ഇറങ്ങി ഓടുകയായിരുന്നു. ഈ ക്രെയിൻ്റെ ഓപ്പറേറ്റേഴ്സ് അടക്കം ഇറങ്ങി ഓടുകയായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഇവരൊക്കെ വന്നതും എല്ലാം. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഒരു വല്ലാത്ത ഒരു കണ്ടീഷനിലാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വാഹനങ്ങൾ തടഞ്ഞാലും ഇടയിൽ കൂടിയൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെയും നമ്മൾ പറയേണ്ടി വരും. കാരണം പല സമയങ്ങളിലും എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ട്രാഫിക് മാർഷൽമാരുടെ നിർദ്ദേശങ്ങൾ ചിലപ്പോൾ പാലിക്കാനും ചില സമയത്ത് കൂട്ടാക്കാറില്ല. പക്ഷേ ഇവർ പറയുന്നത് അവർ വണ്ടി തടഞ്ഞെന്നാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ സമയത്ത് നമുക്ക് മറ്റുള്ളതൊന്നും അറിവില്ല. എന്താണെങ്കിലും ഈ വാഹനം വീണതാണ്. ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലാണ് ഒരു KSRTC ബസ് രക്ഷപ്പെടുന്നത്. 10-35ഓളം പേരടങ്ങുന്ന ഒരു KSRTC ബസ്, കോഴിക്കോടിന് പോരുന്ന KSRTC ബസ് ഈ സ്ലാബ് വീഴുന്നത് കൊണ്ട് പെട്ടെന്ന് ചവിട്ടി നിർത്തിയതാണ്. എന്നിട്ട് അതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി വന്നു. ഈ കാഴ്ച കണ്ടിട്ട് അവർ തിരിച്ചു പോയി. എന്നിട്ട് അവർ തുറവൂര് വഴിയാണ് തിരിച്ചു പോയത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയൊരു അപകടത്തിന് നമ്മളെല്ലാവരും സാക്ഷിയാണ്ടി വന്നേനെ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കാരണം ആ ബസ് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കൊക്കെ 2-3 മണിക്കൂർ ഇങ്ങനെ ഒരു ജീവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വന്നതിനുള്ള ഒരു വലിയൊരു വിഷമത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. 2:30 മണിക്ക് ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഭയങ്കര സൗണ്ടായിരുന്നു. വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാറും ഒരു ടിപ്പർ ലോറും നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്ന് ജസ്റ്റ് ഗേറ്റ് തുറന്ന് നോക്കിയപ്പോഴേക്കും അതല്ല, തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഗർഡറും അതിൻ്റെ താഴത്തൊരു പിക്കപ്പ് വാനും കിടക്കുന്നതാണ്. ചെന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരാൾ കുടുങ്ങി കിടക്കുകയാണ്. അത് ആൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, പക്ഷേ ഗർഡർ ആ വണ്ടിയുടെ മുകളിലും ആളുടെ തലയിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. തൊട്ട് പിന്നാലെ ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തി. പക്ഷെ അവരും നിസ്സഹായരാണ്. വന്ന് നോക്കി നിൽക്കാന്നല്ലാണ്ട് ഒന്നും പറ്റിയില്ല. കാരണം ഇപ്പോൾ ഇവരുടെ ക്രെയിൻ ഉപയോഗിച്ച് ഗർഡർ മാറ്റിയാലേ എന്തെങ്കിലും ആ വണ്ടി മാറ്റാൻ തന്നെ പറ്റുള്ളൂ. ഏകദേശം ഒരു 3.5 മണിക്കൂറോളം എടുത്തു ഇതൊന്ന് വണ്ടി മാറ്റി ആളെ ഇത് പുറത്തിറക്കണ്ട. അപ്പോഴേക്കും ആള് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് ആദ്യം നോക്കുന്ന സമയത്ത് 2:30 സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് ആൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3.5 മണിക്കൂറോളം ആളാ വണ്ടി ഇരുന്ന സമയത്താണ് ആൾക്ക് മരണപ്പെടുകയുണ്ടായെന്നുള്ളതാണ് തോന്നുന്നത്. ആ സമയത്ത് അതിലൂടെ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് തുറന്ന് തുടങ്ങിയ സമയത്ത് KSRTC ബസ് ഇവിടെ ചവിട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ആ സമയത്ത് തന്നെയാണ് അവരും ഓടി ചെന്നത്. ഡ്രൈവറും കണ്ടക്ടറും ഓടി വന്നു. ആ സമയത്ത് ഞങ്ങൾ 3 പിന്നെ വേറെ 1 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റോഡിൻ്റെ വർക്കേഴ്സ് എല്ലാവരും ഓടി രക്ഷപ്പെടുക ചെയ്തത്. അവിടെ എല്ലാവരും ഓടിക്കളഞ്ഞവരെല്ലാവരും പേടിച്ചിട്ടാണ്.
ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ അപകടം ഉണ്ടായ എത്ര സമയം കൊണ്ടാണ് പോലീസും ഫയർഫോഴ്സൊക്കെ അരമണിക്കൂർ കൊണ്ടാണ് പോലീസ് അരമണിക്കൂർ ഗ്യാപ്പിൽ എത്തിയായിരുന്നു. ഫയർഫോഴ്സും ചേട്ടനാണ് വിളിച്ചത്? അല്ലല്ല, പോലീസിനെ വേറെ ആരും വിളിച്ചറിയിച്ചു, ഞാനല്ലായിരുന്നു. അവിടെ തന്നെ നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഭാരവാഹികളെല്ലാവരും ഉണ്ടായിരുന്നു. അരമണിക്കൂർ ഗ്യാപ്പിൽ മറ്റേ റോഡിൻ്റെ ആൾക്കാരും വന്നില്ല, അവരെല്ലാം താമസം എത്തിയത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇത് ഇത്തരത്തിൻ്റെ ഈ ദേശീയപാതയുടെ നിർമ്മാണവും മറ്റുള്ള ആലുവ നേരത്തെ ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണത്തിനിടയ്ക്ക് ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് നടക്കാൻ പോലുള്ള കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, 2 വീലർ എല്ലാം പ്രശ്നമാണ്. അത് നമുക്ക് റോഡ് എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ദുരിതമാണ്, കുഴിയും എല്ലാമാണ്. നമ്മൾ 2 വീലർ യാത്ര ചെയ്യുന്ന നടുവും എല്ലാം മൊത്തം നമുക്ക് സർവീസ് റോഡൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറയിലൊക്കെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ, ഈ ഇട്ടിരിക്കുന്ന സാധനങ്ങളുടെ നേരെ കൊടുക്കാൻ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ നടക്കണമെങ്കിൽ റോട്ടിൽ കൂടെ തന്നെ നടക്കണം. നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ അപകടം വേറെ ഉണ്ടാകുകയാണ്. അങ്ങനെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. വളരെ ദാരുണമായ അപകടം നടക്കുമ്പോൾ പെട്ടെന്ന് ഒച്ച കേട്ട് ഓടിയെത്തിയ ആളാണ്. ഒന്നാമതായി ഒരു തലനാരിഴിക്കുന്ന വലിയ ദുരന്തം, അതായത് വലിയൊരു ആൾനാശം ഒഴിവായത് ഒരു KSRTC ബസ് അതിലൂടെ കടന്നു പോയത് തൊട്ട് മുൻപാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു ടെക്നീഷ്യന്മാരെല്ലാം തന്നെ ഓടി രക്ഷപ്പെട്ടു. അരമണിക്കൂറിന് ശേഷമാണ് പോലീസും ഫയർഫോഴ്സൊക്കെ എത്തിയത്. അപ്പോഴേക്കും ഈ വാഹനത്തിൽ കുരുങ്ങിയ ആൾ മരിക്കുകയും ചെയ്തു. അതായത് വളരെ ദാരുണമായ അപകടത്തിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരമാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. ഈ ഒരു അപകടത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാർ എല്ലാവരും ഉള്ളത്. വലിയ പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ.